അതെ, മുഖ്യമന്ത്രിയും പാർട്ടിയും തള്ളി പറഞ്ഞതോടെ ഫേസ്ബുക്ക് കവർ ഫോട്ടോ മാറ്റിയിരിക്കുകയാണ് PV അൻവർ. മുഖ്യമന്ത്രിക്കൊപ്പമുള്ള ചിത്രം മാറ്റി പ്രവർത്തകർക്കൊപ്പമുള്ള ചിത്രമാണ് ഇപ്പോൾ കവർ ഫോട്ടോ. സാമൂഹിക മാധ്യമങ്ങളിൽ അൻവറിന് സൈബർ സഖാക്കളുടെ പിന്തുണ തുടരുകയാണ്. പരസ്യ പ്രസ്താവന തൽക്കാലം നിർത്തുന്നുവെന്നും പാർട്ടിയിൽ പൂർണ്ണ വിശ്വാസമുണ്ടെന്നും അൻവർ ഫേസ്ബുക്കിൽ കുറിച്ചിരുന്നു. എന്താകും അൻവറിന്റെ തുടർ നീക്കങ്ങൾ എന്നുള്ളതാണ് ഉറ്റുനോക്കുന്നത്. CV അനുമോദ് മലപ്പുറത്ത് നിന്ന് കൂടുതൽ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുകയാണ്. അനുമോദ്, വെരി ഗുഡ് മോർണിംഗ്. നമ്മളും ആകാംക്ഷയോടെ രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്നത് PV അൻവറിന്റെ തുടർ നീക്കങ്ങൾ എന്താണ് എന്നുള്ളതാണ്. ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ തന്നെ അദ്ദേഹം ഏത് ഘട്ടത്തിലാണ് ഈ ഫേസ്ബുക്കിലെ പ്രൊഫൈൽ പിക്ചർ മാറ്റിയത് എന്നുള്ളത് നമുക്കറിയാം. ചെങ്കൊടിക്കിടയിൽ നിൽക്കുന്ന അൻവറിനെ നമ്മൾ എപ്പോഴാണ് കണ്ടത് എന്നുള്ളത്. അതിനുശേഷം ഇപ്പോൾ അദ്ദേഹം കവർ ഫോട്ടോ മാറ്റിയിരിക്കുന്നു. മുഖ്യമന്ത്രിക്കൊപ്പമുള്ള ഫോട്ടോ മാറ്റി അദ്ദേഹം പ്രവർത്തകർക്കൊപ്പം നിൽക്കുന്ന ഫോട്ടോ ഇടുമ്പോൾ പറയുമ്പോൾ സോഷ്യൽ മീഡിയയിലെ ഒരു ചെറിയ കാര്യമാണ്. പക്ഷെ അൻവർ അത്തരത്തിലുള്ള നീക്കങ്ങൾ ചെറിയ കാര്യങ്ങൾ, അതെ, വലിയ രാഷ്ട്രീയ മാനം അതിന് നമ്മൾ കാണേണ്ടതുണ്ട്. എന്താണ് അനുമോദിന് തോന്നുന്നത്? തീർച്ചയായും നമുക്കറിയാം, ഒരു കവർ ഫോട്ടോ മാറ്റുന്നതിലെ രാഷ്ട്രീയമൊക്കെ കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതാണ്. കാര്യം സാമൂഹ്യ മാധ്യമങ്ങളിലെ ഓരോ ചെറിയ പോസ്റ്റ് പോലും ഉണ്ടാക്കുന്നത് വലിയ അർത്ഥതലങ്ങളാണ്. അത് അൻവറിനെ പോലെ സാമൂഹ്യ മാധ്യമങ്ങളിൽ കൃത്യമായി നിറഞ്ഞു നിൽക്കാൻ അറിയുന്ന ഒരാൾ അത്തരത്തിലൊരു നീക്കം നടത്തുമ്പോൾ അത് നൽകുന്ന സന്ദേശം വളരെ കൃത്യമാണ്. താൻ ഇനി പാർട്ടി നേതൃത്വത്തെ അല്ല വിശ്വസിക്കുന്നത്, പാർട്ടിയിലെ സാധാരണക്കാരായ ജനങ്ങളെയാണ് എന്ന സന്ദേശമാണ് അൻവർ നൽകുന്നത്. കൃത്യമായിട്ട് അൻവർ കുറച്ച് ദിവസങ്ങളായി നമ്മൾ ചോദിക്കുമ്പോഴെല്ലാം പറയുന്ന ഒരു മറുപടി, ജനങ്ങളാണ് പാർട്ടി, ആ ജനങ്ങളിൽ എനിക്ക് വിശ്വാസമുണ്ട്, ആ ജനങ്ങൾ എൻ്റെ കൂടെയുണ്ട്, ആ ജനങ്ങളെ പാർട്ടി വിശ്വസിക്കുമെന്നാണ് കരുതുന്നത്. ഇതൊക്കെ തന്നെയാണ് അൻവർ നമ്മൾ പലവട്ടം ചോദിക്കുമ്പോഴും അൻവറിൻ്റെ മറുപടി ഉള്ളത്. അതായത് പാർട്ടി നേതൃത്വം താൻ നൽകിയ പരാതി അത് ഒരു ബണ്ടിലാക്കി പാർട്ടി ഓഫീസിൽ വെച്ച സാഹചര്യത്തിലാണ് മാധ്യമങ്ങളോട് തുറന്നു പറയാൻ താൻ നിർബന്ധിതനായതെന്ന് അൻവർ പറയുന്നു. തുറന്നു പറഞ്ഞതിന് ശേഷം, അതായത് തുറന്നു പറഞ്ഞ് പരാതിയെല്ലാം നൽകിയതിന് ശേഷമുള്ള സാഹചര്യത്തിലും അദ്ദേഹം വിചാരിച്ച തരത്തിലുള്ള പിന്തുണ മുഖ്യമന്ത്രിയുടെ ഭാഗത്തുനിന്നോ പാർട്ടി നേതൃത്വത്തിന്റെ ഭാഗത്തുനിന്നോ കിട്ടുന്നില്ല. സത്യത്തിൽ ഈ ഒരു വിഷയത്തിൽ അൻവർ ഒറ്റപ്പെടുകയാണോ എന്ന ഒരു ചോദ്യമാണ് ഉയരുന്നത്. അൻവർ ഒറ്റപ്പെട്ട് പോകുന്ന ഒരു സാഹചര്യം, രാഷ്ട്രീയമായിട്ട് അൻവറിന് ഇടതുപക്ഷത്തിന്റെ പിന്തുണ ലഭിക്കാതിരിക്കുന്ന ഒരു സാഹചര്യം വരുമോ? അങ്ങനെ വരുമ്പോൾ എത്രമാത്രം അണികൾ ഈ അൻവറിന്റെ കൂടെ ഉണ്ടാകും? MLA എന്ന നിലയിൽ അൻവറിന് എത്ര പേരെ പാർട്ടി ബലമില്ലാതെ ഒറ്റയ്ക്ക് കൂടെ നിർത്താൻ കഴിയും എന്ന ചോദ്യങ്ങളൊക്കെയാണ് ഉയരുന്നത്. അൻവർ ഒരു മാസ് ക്രൗഡ് പുള്ളറാണ്. നമ്മൾ പലവട്ടം കണ്ടതാണ്. അൻവറിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണമാവട്ടെ, അതിനുശേഷം നവകേരള സദസ്സിൽ കേരളത്തിലെ ഏറ്റവും അധികം ആളുകളെ പങ്കെടുപ്പിച്ച് നടത്തിയ നവകേരള സദസ്സ് നിലമ്പൂരിലാണ്. അപ്പോൾ ഒരു മാസ് ക്രൗഡ് പുള്ളറാണ് അൻവർ എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. പക്ഷേ പാർട്ടിയുടെ പിന്തുണയില്ലാതെ ഇദ്ദേഹത്തിന് എത്ര പേരെ കൂടെ നിർത്താൻ കഴിയും എന്ന ചോദ്യമാണ് പ്രധാനമായിട്ടും ഉയരുന്നത്. നിലവിലെ സാഹചര്യത്തിൽ ഞാൻ പരസ്യമായിട്ട് ഇനി ഒരു വാക്കുകൊണ്ടോ എഴുത്തുകൊണ്ടോ പരസ്യ പ്രസ്താവനകൾ നടത്തിയോ പാർട്ടി നിർദ്ദേശത്തെ ലംഘിക്കാനില്ല എന്നൊക്കെ അൻവർ പറയുമ്പോൾ പോലും എത്ര ദിവസത്തേക്കായിരിക്കും ഈ ഒരു നടപടി അല്ലെങ്കിൽ ഇങ്ങനെ മൗനം പാലിക്കാൻ കഴിയുക എന്ന ചോദ്യമാണ് ഉയരുന്നത്. അൻവറിന്റെ ഇന്നലത്തെ ആ ഫേസ്ബുക്ക് പോസ്റ്റിൽ തന്നെ താൽക്കാലികമായി എന്ന് കൃത്യമായി അടയാളപ്പെടുത്തുന്നു. അതുപോലെ തന്നെ പോസ്റ്റിൽ MV ഗോവിന്ദന് പരാതി നൽകിയതിൻ്റെ വിവരങ്ങളിൽ ഇന്നും എന്ന വാക്കിന് ഇൻവെർട്ടഡ് കോമയിൽ മാർക്ക് ചെയ്യുന്നു. A റഹീമിന് മറുപടി എന്ന തരത്തിൽ അദ്ദേഹം കൊടുത്ത കാര്യങ്ങൾക്ക് ബ്രാക്കറ്റിൽ എങ്ങനെ വേണമെങ്കിലും വ്യാഖ്യാനിക്കാമെന്ന് എഴുതുന്നു. അതായത് പാർട്ടി പറയുന്നത് ഞാൻ കേൾക്കുന്നു, പക്ഷെ എൻ്റെ രീതി, എൻ്റെ ശൈലി ഇതാണ്, ഞാൻ ഇതുമായിട്ട് തന്നെ മുന്നോട്ട് പോകാനുള്ള ഒരുക്കത്തിലാണ്, നിലവിൽ ഞാൻ മിണ്ടാതിരിക്കുന്നു എന്നേ ഉള്ളൂ. പക്ഷെ ഞാൻ ഉന്നയിച്ച കാര്യങ്ങളിൽ നടപടി ഉണ്ടായില്ലെങ്കിൽ, തൃപ്തികരമായ സമീപനം ഉണ്ടായില്ലെങ്കിൽ ഞാൻ വീണ്ടും ഈ ആരോപണങ്ങളുമായിട്ട് ഇറങ്ങും എന്ന തരത്തിൽ തന്നെയാണ് അൻവറിൻ്റെ നിലപാട് ഉള്ളത്. അതിൻ്റെ രാഷ്ട്രീയ വരായികകളൊക്കെ നമുക്ക് കണ്ടു തന്നെ അറിയണം. കാരണം ഇടതുപക്ഷത്തെ സംബന്ധിച്ച് ഒരു MLA, പ്രത്യേകിച്ച് നല്ല പോരാട്ട വീര്യത്തോടെ കോൺഗ്രസിൻ്റെ കുത്തകയായിരുന്ന ഒരു മണ്ഡലം 2 തവണ വെട്ടിപ്പിടിച്ച അവിടെ അണികളെ ഉണ്ടാക്കി അവിടെ പാർട്ടിക്ക് കുറെ കൂടി ഇടങ്ങളിൽ വേരുറപ്പുണ്ടാക്കുന്ന തരത്തിലുള്ള പ്രവർത്തനം നടത്തി ആ മണ്ഡലത്തിന് കീഴിലുള്ള പഞ്ചായത്തുകൾ അവിടെ LDFന്റെ ഭരണം പിടിക്കാനുള്ള സാഹചര്യമൊരുക്കി. അങ്ങനെ പാർട്ടിയെ താഴെത്തട്ടിൽ സ്വന്തം നിലയിൽ വളർത്തിയ ഒരു MLA-യെ അത്ര പെട്ടെന്ന് പാർട്ടി തള്ളിക്കളയുമോ എന്ന ചോദ്യമുണ്ട്. പക്ഷേ പാർട്ടിയെ സംബന്ധിച്ച് നമുക്കറിയാം, ഒരുപാട് പേർ ഇതിനു മുൻപും ഇടതുപക്ഷത്തിന്റെ ഭാഗമായിട്ട് നിന്നിട്ടുണ്ട്, UDF നിന്ന് വന്നവരൊക്കെ.
അതിൽ ഒരു പ്രധാനപ്പെട്ട നേതാവാണ് മഞ്ഞളാംകുഴി. കഴിഞ്ഞ ദിവസം ഒരു ഇടതുപക്ഷ നേതാവ് പറഞ്ഞത് മഞ്ഞളാംകുഴിയും ഇതുപോലത്തെ ഒരു നേതാവായിരുന്നു, അദ്ദേഹം ഇപ്പോൾ എവിടെയാണ് എന്ന ചോദ്യമാണ് ഉന്നയിക്കുന്നത്. സ്വാഭാവികമായിട്ടും സന്ദേശം വളരെ കൃത്യമാണ്. അൻവറിന് പാർട്ടി നിർദ്ദേശിക്കുന്ന തരത്തിൽ പ്രവർത്തിക്കാൻ കഴിയുമെങ്കിൽ തുടരാം, അതല്ലെങ്കിൽ അൻവറിന്റെ വഴി തേടാം. എന്താണെങ്കിലും ഇതിൽ കുറച്ച് ദിവസത്തേക്കെങ്കിലും അൻവർ പാർട്ടി നിർദ്ദേശിക്കുന്ന തരത്തിൽ അടങ്ങി പ്രവർത്തിക്കുമോ എന്നുള്ളതാണ് കണ്ടറിയേണ്ടത്. എന്താണെങ്കിലും അൻവറിന്റെ തുടർ നീക്കങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ്. ഇന്ന് രാവിലെ 10:30 അദ്ദേഹം നിലമ്പൂരിൽ വനം വകുപ്പിന്റെ ഒരു പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട്. മന്ത്രി എ കെ ശശീന്ദ്രൻ പങ്കെടുക്കുന്നുണ്ട്. എന്തായാലും അൻവർ ആ പരിപാടി രാഷ്ട്രീയ പരിപാടി അല്ലെങ്കിൽ പോലും അദ്ദേഹം പറയുന്ന കാര്യങ്ങളും അദ്ദേഹം ചോദ്യങ്ങൾക്ക് മറുപടി പറയുമെന്നുള്ള കാര്യങ്ങളൊക്കെ പ്രധാനപ്പെട്ടതാണ്. അൻവറിന്റെ തുടർ നീക്കങ്ങൾ എന്തായിരിക്കും എന്നത് എപ്പോഴും അൻവറിന്റെ നടപടികളിൽ ഒരു സസ്പെൻസ് നിലനിൽക്കുന്ന പോലെ തന്നെയാണ് ഉള്ളത്. എങ്ങനെയാണെങ്കിലും പാർട്ടി പറയുന്നതൊന്നും വെള്ളം തൊടാതെ വിഴുങ്ങാൻ തയ്യാറല്ല എന്ന് വ്യക്തമാക്കുന്നതാണ്. അതെ, അത് തന്നെയായിരുന്നു അദ്ദേഹത്തിന്റെ കഴിഞ്ഞ കാലങ്ങളിലെ പ്രവർത്തനങ്ങൾ. പാർട്ടി പറയുന്നത് തൊടാതെ വിഴുങ്ങുന്ന ഒരാളല്ല. അദ്ദേഹത്തിൻ്റെതായ നിലപാടുകൾ അദ്ദേഹത്തിന് എല്ലാ കാര്യങ്ങളും ഇതുവരെയുള്ള കാര്യങ്ങളിൽ ഉണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് നിലമ്പൂരും ശ്രദ്ധാകേന്ദ്രമാവുകയാണ്. അൻവർ പ്രതികരിക്കുമ്പോൾ മാധ്യമങ്ങളോട് ഈ കവർ ഫോട്ടോ മാറ്റിയതടക്കമുള്ള കാര്യങ്ങളിലുള്ള ചോദ്യങ്ങൾ ഉണ്ടാകുമല്ലോ, അതിനോട് അദ്ദേഹം എങ്ങനെ പ്രതികരിക്കുമെന്നതടക്കം നമുക്ക് പ്രേക്ഷകരിലേക്ക് എത്തിക്കണം. അനുമോദൻ എന്തായാലും അനുമോദൻ